ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാവേ. അത് കാണിക്കണമെന്ന് നേരത്തെ വിചാരിച്ചായിരുന്നു, കാണിക്കാൻ പറ്റിയില്ല. നോക്കിക്കോണേ. ഇത് കണ്ടോ, സ്ലൈഡാകട്ടോ, കുഞ്ഞ് സ്ലൈഡ് കണ്ടോ, ഒരു കുഞ്ഞ് സ്ലൈഡ്. അജുമോന് ഇഷ്ടപ്പെട്ട സ്ലൈഡ്. വേറെ വെള്ളയും വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര തിളക്കമാണ്. അന്നേരം എൻ്റെ പ്രായത്തിനനുസരിച്ച് ഇതാ എനിക്ക് നല്ലതെന്ന് പറഞ്ഞു അജു. കറുപ്പ് കളറേ ഇതാകുമ്പോൾ എടുത്തൊന്നും കാണിക്കത്തില്ല. ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ, ഇതിലൊതുങ്ങാനുള്ള മുടിയേ ഉള്ളല്ലോ. അപ്പം അതിന് പിന്നെ എന്നെയും വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി, ഓട്ടോ വിളിച്ച് കൊണ്ടുവന്ന് അതേ കയറ്റി എന്നെ കൊണ്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു. അന്നേരം എനിക്ക് മേടിച്ച് തന്നു 20 രൂപ കേട്ടോ. എനിക്ക് മേടിച്ച് എന്ത് ഓമച്ചിക്ക് വേണ്ടുന്നേ ആ കടയിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു. ഇതൊരെണ്ണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ചുറ്റുവള, നമുക്ക് ആർക്കും ഇടാനൊക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് ഇടാനൊക്കുന്ന കുഞ്ഞതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത് കണ്ടപ്പോൾ കൊതി വന്നേ. പൊന്മാൻ കളറ് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അപ്പം ഇത് നല്ല രസമുണ്ട്. അമ്മച്ചി ഇത് കാണാനായിട്ട് ഉപയോഗിച്ചോ, അമ്മച്ചിക്ക് കാണാൻ, അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടതല്ലയോ എന്ന് പറഞ്ഞ് അന്ന് മേടിച്ചു തന്നു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് പോയപ്പം അജുമോൻ്റെ പരീക്ഷയുടെ തലേദിവസമായിരുന്നല്ലോ, മാർച്ച് 2-ാം തീയതി ഞങ്ങൾ പോയേ. അന്നേരം നല്ല മേടിച്ചു തന്നു. എന്നാൽ ഇത് കണ്ടോ. ഇനി നമുക്ക് അജുമോൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. കേട്ടോ, അമ്മച്ചിയുടെ വിശപ്പ് പോലെ പറയുക. അതുകൊണ്ട് വീഡിയോ ഓണാക്കിയില്ലെന്നൊക്കെ പറയുന്നു. അമ്മച്ചിയുടെ വിശപ്പ് പോലെ ഇവന് വന്ന്. ഇവന് ഭയങ്കര എന്തിനാ മോനെ ഈ പൊടി ഇതിനകത്ത് ഇട്ട് കൊടുത്തത്? അത് മൊത്തം തറയിൽ പോകത്തില്ലയോ? അത് വേറെ ഡിഷിനകത്തെങ്ങാനും ഇട്ട് കൊടുക്കരുതായിരുന്നു. കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി, കാറ്റൊക്കെ അടിക്കുന്നു. പിന്നെ അജുമോനെ ഇങ്ങോട്ട് വന്നേ. കണ്ടോ, നമ്മുടെ അജുക്കുട്ടൻ്റെ ഒരു വർഷത്തെ പ്രയത്നം അവൻ തൊടാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമായത് കേട്ടോ. തൊടാതെ, പക്ഷേ ഒരു കാര്യമുണ്ട്, തൊടാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു. പൂത്തായിരുന്നു, ചെറിയൊരു പൂപ്പ് പോലെ ഉണ്ടായിരുന്നു. ഒട്ടുകറയാണ് കേട്ടോ. എന്നിട്ട് അത് എത്രയോ നാളുകൾ കൊണ്ടുള്ള സമ്പാദ്യം. എന്നിട്ട് 6 മാസത്തെ ഒന്നുമില്ല, എന്നാലും പോട്ടെ. പിന്നെ അത് ഒന്നിനും എടുക്കാതെ കൊണ്ട് വിൽക്കുകയോ ഒന്നും ചെയ്യാതെ ഇടയ്ക്കെങ്ങാണ്ട് 1-2 പ്രാവശ്യം കൊണ്ട് കൊടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ വെച്ചിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുമല്ല, അച്ചാച്ചൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണാറുണ്ടായിരുന്നു എന്നും വീഡിയോ എടുക്കുമ്പോൾ ഈ ബക്കറ്റിനകത്തായിരുന്നു. പോടാ, അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോയി. വേണ്ടേ, പെൺപിള്ളേരെല്ലാം കൂടെ കൊത്തിപ്പറിച്ച് വാലിൻ്റെ അവിടെ എല്ലാ പൂടയെല്ലാം കൊത്തിപ്പറിച്ച് തിന്ന്. അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോ. എവിടെ പോവാ നീ? പോടാ. മറ്റവൻ തിന്നുന്ന കണ്ടുകൊണ്ട് വന്നേക്കുവാ. സുന്ദരനായിരുന്നു. എല്ലാ പെൺപിള്ളേരും കൂടെ കൊത്തിപ്പറിച്ച് പൂടയെല്ലാം കൊത്തിപ്പറിച്ച് തിന്ന്. ഈ ബക്കറ്റിലായിരുന്നു ഇരുന്നേ. ഈ ബക്കറ്റ് ഞാൻ എടുത്ത് പിന്നെ ഇത് കൊണ്ടുവച്ചിട്ട് എന്നായിരുന്നു ഡിസംബർ 28-ാം തീയതി കണ്ട് എടുത്ത് അതോടുകൂടി കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ വെച്ച വെപ്പ. അത് ഇന്ന് ആയപ്പം ഇങ്ങനെ ഇരിക്കുക. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നത് കണ്ടോ. ഇവിടെ വെച്ച് എല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. ആ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരുന്നാലും ഇവിടെ ആരും അനങ്ങത്തില്ല, അവിടെ ഇരുന്നോളൂ. അച്ചാച്ചനൊക്കെ ആകുമ്പോൾ അച്ചാച്ചൻ കഴുകിയും പറക്കി. ഇപ്പം അച്ചാച്ചനാണെങ്കിൽ അതാത് സമയം ഉണങ്ങി ഉടനെ കൊണ്ട് കൊടുത്തിട്ട് അത് കൊടുത്ത് പച്ചക്കറി മേടിക്കും, അത് കൊടുത്ത് ചിക്കനോ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കും, മീൻ മേടിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യത്തെ അതുപോലെ പാൽപ്പൊടിയെല്ലാം അത് കൊടുത്തിട്ടായിരുന്നു മേടിക്കുന്നത്. 2-3 ദിവസത്തേത് ആകുമ്പം കൊണ്ടുപോകും. ഓരോരോ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അജു ആണെങ്കിൽ അത് എടുക്കത്തില്ല. അച്ചാച്ചന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ വെക്കും. ഇത് അച്ചാച്ചനല്ലായിരുന്നു നേരത്തെ കൊണ്ടുവന്ന് വിൽക്കുന്നത്, അച്ചാച്ചൻ്റെ ആവശ്യത്തിന് എടുക്കാം
എന്തെങ്കിലും ആവശ്യത്തിനെന്നൊക്കെ പറഞ്ഞിങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. എല്ലാം കഴുകി പറക്കി ഉണക്കി ഇനി നമ്മളുടൻ തന്നെ ഇവനെ കൊണ്ടുവന്ന് കൈമാറും, കൊണ്ട് വിൽക്കും. പിന്നെ എന്നും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, തുണികളെല്ലാം കഴുകിയിട്ടിട്ടുണ്ടെന്നും ഒക്കെയല്ലേ നമ്മളെന്നും പറയുന്നത്. അങ്ങനെ അജുമോൻ വന്നപ്പോഴേ ഞാൻ തുണി കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം അജുവിൻ്റെ യൂണിഫോം ഒന്ന് കഴുകിയിട്ടുകൊണ്ട് നിന്നപ്പോൾ അജുമോൻ വന്നപ്പോൾ അടുത്ത യൂണിഫോമും കൂടെ ഇങ്ങ് കൊണ്ടുവന്നപ്പോൾ അത് രണ്ടും അങ്ങ് കഴുകിയിട്ട്, അതുകൊണ്ട് ആ പണി അങ്ങ് തീർന്നു. ഉണങ്ങിയില്ല ശരിക്കൊന്നും, ഒരുവിധം ഉണങ്ങി. അന്നേരം നല്ല വെയിലായിരുന്നു. പക്ഷേ ഇതുപോലുള്ള ചാക്ക് നിക്കറൊക്കെ ഈ സൈസൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാന്നേ. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് വന്ന് നിന്ന് കൈ കൊണ്ട് ആക്ഷൻ. നിൻ്റെ കോഴിയെ കണ്ട് ഓടിച്ചു വിട്ടിട്ട് കണ്ട് വന്ന് നിന്ന് തിന്നുന്നു. അവൻ്റെ പുറം കണ്ടോ അജുമോനെ? അവൻ്റെ പുറം കണ്ടോ? മോൻ കണ്ടോ അതിൻ്റെ പുറം? വാലിൻ്റെ അവിടെ മൊത്തം അവളുമാരി കൊത്തിപ്പറിച്ചെടുത്ത്, മൊത്തം അവനങ്ങ് ക്ഷീണിച്ചങ്ങ് എല്ലായി. മോനെ നിൻ്റെ കൂട്ട് തന്നെ നിനക്കൊന്നും തിന്നണ്ടായോ? പട്ടിണിക്ക് ഇങ്ങനെ നടന്ന അജു നിനക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റാതെ വരുവേ കേട്ടോ. അജുമോനെ ഇങ്ങോട്ട് വന്നേ. മോനെ എന്ത് വരുന്നു? ഏതാണ്ട് പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നു? ഇങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ട് വന്നേ. മോനെന്നോട് പറഞ്ഞായിരുന്നല്ലോ മോന് ഇവരോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. കുട്ടി പാചകം ചെയ്തു. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പം പിന്നെ എന്നാൽ അതൊന്ന് പിടിക്കാനായിട്ട് മറന്നുപോയി. വേണ്ട, കുട്ടിയെല്ലാം പാചകം ചെയ്ത് കോരിയെടുക്കുന്നു. കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം ചോറ് തിന്നാതെ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് തിന്നുക. വേണ്ട, ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത്. പല രീതിയിൽ കോപ്പയ്ക്കകത്തില്ലേക്കുള്ള വെള്ളം വേറെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇന്നിവിടെ സാമ്പാറാണ് കേട്ടോ. സാമ്പാറും ചോറും മുട്ട പൊരിച്ചതും പപ്പടമായിരുന്നു. നേരെ ഉരുട്ടി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അജുവിന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാവരെയും സഹായിക്കുന്ന ഒരു കടമുള്ളവർക്കും പ്രയാസമുള്ളവർക്കും വീടില്ലാത്തവർക്കും അങ്ങനെ ലോണുള്ളവർക്കും വയ്യാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സഹായങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഞാൻ. എനിക്കത് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം. ജൂനും അങ്ങനെ തന്നെ. അപ്പോൾ അതേക്കുറിച്ച് ഞങ്ങളെന്നും അതേക്കുറിച്ച് ഇവിടെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് കമൻ്റ് അയക്കണം എല്ലാവരും. തെറ്റാണെങ്കിൽ അത് നമുക്ക് അങ്ങ് വേണ്ട പോട്ടെന്ന് വെക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കതേക്കുറിച്ച് പിന്നെ നിങ്ങൾ എനിക്ക് കമൻ്റ് അയക്കണം കേട്ടോ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.